ലോ ഓഫ് അട്രാക്ഷനിലൂടെ എനിക്ക് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷൻ ഫെയിലിയർ ആണോ? എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇത്തരത്തിൽ സ്വയം അവനവൻ്റെ കർമ്മത്തിന് മേലെ സംശയിക്കുന്നതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ഒരു കൊച്ചു അഭ്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്തെങ്കിലും ഒരു കാര്യം വലിയതായിട്ടുള്ള എമൗണ്ടിന് വേണ്ടി ചിന്തിക്കരുത്. ഒരു 1000 രൂപയോ 500 രൂപയോ അല്ലെങ്കിൽ ഒരു 2000, മാക്സിമം ഒരു 5000 രൂപ വരെയുള്ളതായിട്ടുള്ള എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിണങ്ങിയിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ല മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടാനായിട്ട്, ഇങ്ങനെ ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സമയം ഡീപ്പ് മെഡിറ്റേഷനാണ്. നമ്മുടെ മനസ്സിനെ കാം ആൻഡ് കൂളാക്കി മാറ്റിയ ശേഷം വേണം എപ്പോഴും ഈ കാര്യം നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യം നേടാനുള്ളതായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ. എന്നാലേ വൈബ്രേഷൻ പവർഫുൾ ആവുള്ളൂ. വൈബ്രേഷൻ പവർഫുൾ ആണെങ്കിൽ മാത്രമേ അത് ലക്ഷ്യത്തിൽ പോയിട്ട് സ്പർശിക്കുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നേടിയെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ആദ്യം മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ കാമാക്കി മാറ്റുക. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ പേപ്പർ പീസ് എടുക്കുക. ആദ്യം ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഗോൾ, ഒരു സക്സസ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഇങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സാധനം കിട്ടി എന്ന്, അത് കിട്ടിയതിൻ്റെ പേരിൽ ഞാനിത് റിസീവ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദാഹരണം പറയണം, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോളാണ്, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു, താങ്ക്സ് എന്ന് എഴുതി ആ പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ എഴുതിയ ശേഷം കുറച്ച് സമയം അത് തന്നെ 2 കയ്യിൽ ഇങ്ങനെ പിടിച്ച് കുറച്ച് സമയം അത് തന്നെ കാണുക, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ എത്ര സമയം വരെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ഹാപ്പിനെസ് എൻജോയ് ചെയ്യും വരെ നിങ്ങൾ ആ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ആ പേപ്പർ അവിടെ വെച്ച് നിങ്ങൾ വീണ്ടും ഒരു ഡീപ്പ് മെഡിറ്റേഷനിൽ പോകാൻ സാധിക്കുമെങ്കിൽ ദ ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് ക്ഷീണം തോന്നി കുറച്ച് സമയം ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല. എന്തായാലും ഇത് പകൽ എപ്പോഴെങ്കിലും ചെയ്ത ശേഷം ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പകൽ ബാക്കിയുള്ള സമയം സ്പെൻഡ് ചെയ്യുക. രാത്രി ഉറങ്ങും മുന്നേ വീണ്ടും ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി മെഡിറ്റേഷൻ, ഒരു പ്രാവശ്യം കൂടി അതിനെ കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് ആ ഫീലിങ്ങിൽ രാത്രി ഉറങ്ങുക. രാവിലെ ഉണർന്ന വശം ആ കാര്യം സംഭവിച്ചതിൻ്റെ പേരിൽ താങ്ക്സ് പറയുക. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ രാത്രി ഉറങ്ങും മുന്നേ നിങ്ങൾക്ക് കോൾ വന്നേക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വന്നേക്കാം, അതല്ലെങ്കിൽ അന്ന് രാത്രിക്കുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു കോള് അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നടന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ഇതിൻ്റെ സക്സസ് ആനന്ദിക്കണം, സന്തോഷിക്കണം. പിന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവണം. ഓം ശാന്തി.